ഗായ്സ്, അപ്പോൾ നമ്മളെന്ന് പറയുമ്പോഴത്തേക്കിന് ഇപ്പോൾ സമയം എത്ര അയച്ചേ? 12:15 അതായത് ഇതിലുണ്ടല്ലോ 12:15. അപ്പം നമ്മൾ ഇവിടെ നിന്നൊരു ലോങ് ട്രിപ്പ് പോവാണ്. അപ്പോൾ ഇവിടെ ഫെനി റെഡി ആയിട്ടുണ്ട്, പിന്നെ ഇച്ചാൻ റെഡി ആയിട്ടുണ്ട്, നമ്മളെല്ലാം റെഡിയാണ്. അപ്പോൾ പാക്കിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ടല്ലേ പതിരാത്രിക്ക് നമ്മൾ കൊണ്ടിരിക്കണം. എന്നെ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവില്ല. ബാംഗ്ലൂർക്ക് ഒരു നീണ്ട നാളത്തെ യാത്ര പറഞ്ഞ് നമ്മളങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെന്ന് പറയുമ്പോഴത്തേക്കിന് ഇപ്പം ഏകദേശം ഹൊസൂർ അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ റോഡ് ട്രിപ്പാണ്, ബൈക്ക് ട്രിപ്പാണ്, ഫുൾ സേഫ്റ്റി പർപ്പസ് ഒക്കെയാണ്. അപ്പോൾ എന്താവും എന്നുള്ളതൊന്നും അറിയില്ല, എന്നാലും നമുക്ക് പോകുന്ന വഴിക്ക് ഒന്നൊന്നായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ കൃഷ്ണഗിരിക്ക് പോകുന്ന ബാംഗ്ലൂർ ടു കൃഷ്ണഗിരിക്ക് പോകുന്ന വഴിയിൽ ഇതുപോലെ റോട്ടിൽ നല്ല ഭംഗിയാണ്. ആ ഫോറസ്റ്റ് ഏരിയ കാണാനായിട്ട് അടിപൊളിയാണ്. പിന്നെ ഹൈവേയിൽ ഇതുപോലത്തെ വർക്കാണ്. അതുകൊണ്ടിട്ടുണ്ടല്ലോ ഈ കണസ വഴി കൂടെ പോയിട്ട് മടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇതുപോലെ കുറേ ലോറികൾ. ഈ റോഡ് പണി തീരുന്നില്ല. എത്ര സ്ഥലത്താണ് റോഡ് പണി, ടേക്ക് ഡൈവേർഷൻ അത് മാത്രമേ ഉള്ളായിരുന്നു. ഫുള്ള് തലവേന എടുത്ത് കുണ്ടും കുടിലും കയറിയിട്ടുണ്ടല്ലോ, അടപ്പ് ഊരി എന്ന് പറയും. നമ്മൾ ഫെനീനെ ഇവിടെ വാക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവനെ ഷൂഷു പിപ്പിയൊക്കെ പോകണമെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചായക്കട നിർത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ആളൊഴിഞ്ഞൊരു ചായക്കടയായിരുന്നു, പക്ഷെ നല്ല ചായയായിരുന്നു കേട്ടോ. കൊച്ചിന് പാലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ വേറെ വഴിയില്ല, യാത്രക്കിടയിൽ എങ്ങനെയാലും കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവൻ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കിന് ഞാൻ ഇച്ചാൻ്റെ അടുത്ത് നടത്തിക്കാൻ കൊടുത്തു. അപ്പോഴത്തേനും അവൻ ഇച്ചാൻ്റെ കൂടെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അവൻ്റെ കൂടെ നടന്ന്. അപ്പോഴത്തേക്കിന് എന്നാലും അവൻ സാധിച്ചൊന്നുമില്ല. നമ്മൾ കുറേ ട്രൈ ചെയ്ത് പിന്നെ കുത്തിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവൻ തിരിച്ചു വന്നു. 1000 years later. അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് രാവിലെ. അപ്പോൾ ഇതുണ്ടോ കേട്ടോ, നമ്മൾ പാതിരാത്രി വന്നതാണ്. നമ്മൾ രാവിലെ സമയം 6:10. അപ്പോൾ നമ്മളിതാ ഇവിടുത്തെ ഒരു ചായക്കട പേര് ഹോട്ടൽ ശ്രീ ഗൗരി ശങ്കർ ശൈവം ഹോട്ടലിലാണ് വന്നിരിക്കുന്നത്. ഇച്ചാനുണ്ട്, ഫെന്നിയാണെങ്കിൽ എനിക്ക് സൂപ്പറായിട്ടിരുന്ന്, അവനൊരു പ്രശ്നവുമില്ല, അവൻ കിടിലമായിട്ടിരുന്ന്. മുള്ളി എൻ്റെ കൊച്ച് അപ്പിയിടണം. അപ്പം നമ്മളതിനെ പോലോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് നല്ല മഞ്ഞായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ലൊരു ചൂടും തണുപ്പും ഒക്കെ ചേർന്നൊരു കാലാവസ്ഥയായിരുന്നു, നല്ലതായിരുന്നു. ഏർലി മോർണിംഗ് ഇങ്ങനൊരു യാത്ര എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പോയിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ സൂര്യോദയമൊക്കെ കണ്ട് ഗൈസ്, ഞാനൊക്കെ അത് കാണാൻ കൊതിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഈ ഏരിയ ഫുള്ള് മയിൽ മാത്രം. മയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇതെന്താ മയിൽ ഫാം, കോഴി ഫാം പോലെ തന്നെ ഇവിടെ മയിൽ ഫാമാണ് ഫുള്ളിലും. ഇവിടെ എവിടെ നോക്കിയാലും മയിലായിരുന്നു. പക്ഷേ ഈ ഈച്ചാൻ്റെ അടുത്തൊരു സ്ഥലത്ത് നിർത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് നിർത്താൻ പറ്റത്തില്ലായിരുന്നു. ആ പേരും പറഞ്ഞ് ഞങ്ങൾ അടി ഉണ്ടാക്കിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കിനും എനിക്ക് മയിലിനെ കണ്ട് നിർത്തിയിട്ട് ഞാൻ ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്കിനും അവൻ പറഞ്ഞ് ഇപ്പം മയിൽ കാണുന്നില്ല, നീ ഈ പശുവിനെ എടുത്തോ, ഇല്ലെങ്കിൽ ഈ പശുക്കൂടിനെ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട്, തൊഴുത്തിനൊക്കെ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില്ലടിച്ച് പോവായിരുന്നു. പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് നമ്മളൊരു മയിലിനെ പോകുന്ന വഴിക്ക് കണ്ടപ്പോഴത്തേക്കിന് ഞാൻ ഇവൻ്റെ അടുത്ത് വണ്ടി നിർത്താൻ പറഞ്ഞു. അത് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കാം. നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് നല്ല നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. നല്ല വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നല്ല ശുദ്ധമായ വായുവായിരുന്നു. നമ്മളത് കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് മയിലില്ലാതെ ഞാൻ വീട്ടിലോട്ട് വരില്ല മോനെ, അത് നോക്കിക്കോന്ന് പറഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും എടാ അവിടെ മയിൽ എവിടെ നിർന്നിട്ടില്ല. അപ്പോഴത്തേക്കിനും പറയും എവിടെ, ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കണ്ടില്ലേ, നമ്മൾ കണ്ട് അതൊരു ഫ്രണ്ടിലങ്ങ് നിർത്തി. അതിനൊരു പേടിയില്ല ഗൈസ്. നമ്മളത് നിന്നപ്പോഴത്തേക്കിനും ഞാൻ നടക്കണോ, എന്നാൽ എടുത്തോ, ഞാൻ പറക്കാം, എടുത്തോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പോസുകൾ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഉള്ളിലോട്ട് നോക്കിയപ്പോഴത്തേക്കിനും അവിടെ ഫുള്ളും കണ്ടില്ലേ, കോഴിയുള്ള പോലെയാണ് അവിടെ ഫുള്ളും മയിലുകൾ. നമ്മളതിനെയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി എടുത്തോ മോനെ, നമുക്ക് പോവാം, ഇനിയും കാണുമല്ലോ എന്ന്. അപ്പോഴത്തേക്കിന് ഇതാ കണ്ടില്ലേ, അവിടെ ഒരു മയിൽ, അത് കഴിഞ്ഞ് ഇത് അപ്പുറത്ത് മയിൽ. ഇത് കഴിഞ്ഞ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഇതാ ഇതുപോലെ ഒരു ചെറിയ കാര്യം എന്തോ ഒരു സാധനം, പക്ഷേ ഫുള്ള് അഴുക്കുള്ളായിരുന്നു കേട്ടോ. അതെല്ലാം കണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ അസംബ്ലിക്ക് പോകുന്ന പോലെ മയിൽ പോകും. ഞാൻ ഇവനടുത്ത് സ്ലോ ആക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കിന് കണ്ടില്ലേ, ഒരു 5-6 മയിലുണ്ടാവും, അതിൽ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഇനി ലൈനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കാം.